ഇപ്പോഴത്തെ വെയിലിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എല്ലാം കൊണ്ട് എനിക്ക് ഈ ഇടയ്ക്ക് ഇവിടെ കണ്ണിൽ ഒരു ചൂടുകുരു വന്നു. ഈ ചൂടുകുരു എന്ന് പറയുമ്പോൾ ഒറ്റ കുരുവല്ല, കുറേ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു 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 കുരുക്കൾ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെങ്ങനെയാണ് ഞാൻ മാറ്റിയത് നിങ്ങളോട് പറയാൻ വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ആദ്യം തന്നെ ഡോക്ടറിനെ പോയി കണ്ടു. കാരണം ഇത് എൻ്റെ കൈക്ക് കിട്ടത്തില്ല എന്നൊരു അവസ്ഥ വന്ന സമയത്ത് ഞാൻ പോയി ഡോക്ടറിനെ കണ്ടാണ്. കാരണം അതിന് മുന്നേ ഞാനിങ്ങനെ ഫേസ് നല്ല തണുത്ത വെള്ളം വെച്ചാൽ കഴിയിട്ടൊന്നും ഞാൻ അല്ലാതെ എൻ്റെ മറ്റേ നമ്മുടെ ആര്യവേപ്പൊക്കെ അരച്ച് തേച്ചിട്ടൊന്നും എനിക്കത് കുറഞ്ഞില്ല. അപ്പോൾ ഞാനത് ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടർ എനിക്ക് ഓയിൻമെൻറ്റ് തന്നു. അങ്ങനെയാണ് എനിക്കത് മാറിയത്. അപ്പോൾ എനിക്കിത് തുടക്കം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി അടിച്ചിട്ട് പിന്നെ ഈ വെയിലും എല്ലാം കൂടെ കണ്ണ് ഭയങ്കര സ്ട്രെസ്സായിട്ട് എനിക്ക് ചൂടുകൂടി വന്നതാണ്. അപ്പോൾ എനിക്ക് വന്ന സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിന് പെട്ടെന്ന് തന്നെ, അതായത് 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചുളിവുണ്ടായി. ചുളിവെന്ന് പറയുമ്പം ദൂരെ നിൽക്കുന്ന ആൾക്ക് പോലും എൻ്റെ കണ്ണിൽ ഇത്ര പെട്ടെന്ന് ഈ ചുളിവ് എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്ന അവസ്ഥ വരെ എത്തി എൻ്റെ ചുളിവ്. അപ്പോൾ ആ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ചുളിവും ഭയങ്കര ചെറിയ ചൊറിച്ചിലും പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഭയങ്കര ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. നമ്മൾ പകലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ കണ്ണ് അകത്തോട്ട് പോകുന്ന പോലെ, മീൻസ് അത്രയ്ക്ക് ഈ കണ്ണിൻ്റെ ചുറ്റും മാത്രം ഡ്രൈ ആവുമായിരുന്നു. അപ്പോൾ അതിൽ മാറ്റി തന്നത് എനിക്ക് ഈ ഒരു ഓയിൻമെൻറ്റാണ്, ഒഫ്ലോ BM എന്ന് പറഞ്ഞിട്ടുള്ള ഓയിൻമെൻറ്റും. പിന്നെ രാത്രി ഞാൻ കിടക്കുമ്പം ഈ വാസലിനും കൂടെ ഇങ്ങനെ പുരട്ടി മസാജ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഡേ ഇടണം, നൈറ്റ് ഇടണം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ കംഫർട്ട്, നിങ്ങൾ എപ്പോഴാണോ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ ഈ ഓയിൻമെൻറ്റ് ഇടുക. ഓയിൻമെൻറ്റ് ഇടാത്ത സമയത്ത് നിങ്ങൾ ഈ വാസലിൻ ഇടുക. പിന്നെ തണുത്ത വെള്ളം വെച്ച് മുഖം കഴുകാൻ ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പോൾ ആരെങ്കിലും ഈ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം.